CSEBയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ വന്നു നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും അപേക്ഷ സമർപ്പിച്ചു കാണും. അതുപോലെ പുതിയ നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള അപ്ഡേഷൻ എല്ലാം ചെയർമാൻ നമുക്ക് ഇപ്പോൾ തന്നിട്ടുണ്ട്. അപ്പോൾ 2025 നമ്മളെ സംബന്ധിച്ച് വലിയൊരു ബ്രൈറ്റ് ഫ്യൂച്ചറാണ് നമുക്ക് CSEB ആസ്പിരൻസിന് നമുക്ക് തരാനുള്ളത്. ആ സമയത്ത് തന്നെ സഹകാരിയുടെ 2025 CSEB ആക്ഷൻ പ്ലാനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഏറ്റവും പ്രിയങ്കനായിട്ടുള്ള ശരത് സാറാണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് സാറിനോട് ചോദിച്ചറിയാം. സഹകരണ മേഖലയിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ അവസരം കൊണ്ടുവന്നൊരു വർഷമാണ് 2024. കാര്യം നമുക്ക് കേരള ബാങ്ക് JSE പരീക്ഷയൊക്കെ ഇപ്പോൾ കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കുട്ടികൾ വലിയൊരു ഷിഫ്റ്റിലാണല്ലേ. നമ്മുടെ PSCയുടെ ഒരു പാറ്റേണിൽ നിന്നും CSEBയുടെ പാറ്റേണിലേക്ക് വരേണ്ടുന്ന ഒരു വലിയ ഷിഫ്റ്റാണ്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് PSC എന്ന് പറയുമ്പോൾ ഒന്ന് സിലബസ് കുറച്ചുകൂടെ ക്രിസ്പാണ് അല്ലേ, കുറച്ചും കൂടെ നമുക്ക് ഇൻഡെപ്ത് ഇറങ്ങി നമുക്ക് പഠിക്കേണ്ട സാഹചര്യമുണ്ട്. എന്നാൽ CSEB എന്ന് പറഞ്ഞ പാറ്റേണുകളിലേക്ക് കുട്ടികൾ ഷിഫ്റ്റ് ആകുമ്പോഴത്തേക്കും 2-3 കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ സിലബസിൻ്റെ കാര്യം, രണ്ടാമത്തെ കാര്യം മൈനസ് മാർക്കിൻ്റെ കാര്യം. ഇപ്പോൾ ഈ പരമപ്രധാനമായിട്ടൊരു കുട്ടി ഈ CSEB പ്രിപ്പറേഷനൊക്കെ മാറുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സാർ? കേരള ബാങ്ക് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ഈ 2 എക്സാമിനും നമ്മൾ കണ്ടുവന്നത് ഒരേ പാറ്റേണിലുള്ള അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ള സിലബസ് തന്നെയാണ്. അപ്പോൾ അത് പഠിച്ചു വന്ന ഒരു കുട്ടികളെ സംബന്ധിച്ച് അവർ 2 രീതിയിലുള്ള പ്രിപ്പറേഷൻ നമുക്ക് നോക്കുമ്പോൾ, അതായത് ആ ഒരു സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാകും, അതുപോലെ തന്നെ ഒട്ടും തന്നെ ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റാത്ത കുട്ടികളുണ്ടാകും. എങ്കിൽ കൂടി തന്നെ ഇവിടെ ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിനെ അഭിമുഖീകരിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശീലനമാണ് നമ്മൾ PSCയിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായിട്ട് CSEBയിലേക്ക് വരുന്ന സമയത്ത് അവിടെ നമുക്ക് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിനെക്കാട്ടിലും കൂടുതൽ വൺ വേർഡ് ക്വസ്റ്റ്യൻസ്, ഡയറക്റ്റ് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെയാണുള്ളത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു വ്യത്യസ്തതയാണ് നമ്മൾ ഈ CSEB എക്സാമിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. അതേപോലെ HDC റിസൾട്ടൊക്കെ ഇപ്പം എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് ഒട്ടും പഠിക്കാത്ത കുട്ടികളെ സംബന്ധിച്ചോളം നമുക്ക് നല്ലൊരു അവസരമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് CSEBയെ സംബന്ധിച്ച് നോക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മളിലേക്ക് എത്തുന്ന കുട്ടികളെ നമ്മൾ കൃത്യമായിട്ടുള്ള മെൻറ്റർഷിപ്പോട് കൂടി എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ള പരിശീലനം എല്ലാം നൽകിക്കൊണ്ട് നമ്മൾ കൃത്യമായിട്ട് റിസൾട്ടിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു പരിശീലനമാണ് സഹകാരി റേസ് പ്ലസ് ഇപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. CSEB പഠനം എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും മനസ്സിലുള്ള ഒരു ആശങ്കയാണ് സിലബസ് അല്ലേ. PSC എന്ന് പറയുമ്പോൾ ക്രിസ്പായിട്ട് നമുക്ക് ഹെഡ് ബൈ ഹെഡ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചുള്ള സിലബസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ ആശങ്കയെക്കുറിച്ച് ഒരുപാട് കുട്ടികൾ നിരന്തരം ചോദിക്കുന്ന കാര്യമാണ്. ഈ സിലബസിന് എങ്ങനെയാണ് സാർ, എന്താണ്, എങ്ങനെ കവർ ചെയ്താൽ നമുക്കിത് തീർക്കാൻ പറ്റും? അപ്പോൾ അതിനെക്കുറിച്ചൊരു ഓവർവ്യൂ എന്താണ് സാർ? PSC നടത്തുന്ന എക്സാമിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായിട്ടൊരു സിലബസ് എക്സാമിന് മുന്നോടിയായിട്ട് PSC നൽകാറുണ്ട്. പക്ഷേ CSEBയുടെ ഒരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സിലബസ് ഇല്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പലതും കണ്ട് കേട്ട് പരിചയിച്ച് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ചോദിക്കുന്ന, അതായത് CSEB ചോദിക്കുന്ന എക്സാമുകൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുകയും നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ റിസൾട്ടിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പാറ്റേൺ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് വരുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു സിലബസ് നമുക്ക് കിട്ടും. അതിന്റെ അടിസ്ഥാനത്തിലാണ് സഹകാരിയുടെ ക്ലാസ്സുകളെല്ലാം പ്രിപ്പയർ ചെയ്ത് വരുന്നത്. അപ്പോൾ പ്രശ്നമെന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, കുറച്ചധികം കണ്ടന്റ് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചധികം കണ്ടന്റ് ഉണ്ടായിരിക്കും, പക്ഷേ നമുക്കത് കോംപ്രഹെൻസീവായിട്ട് ചോദിക്കുന്ന എല്ലാ മേഖലയും കവർ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് കണ്ടന്റിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പോൾ അതിനോടൊപ്പം നമുക്ക് പരീക്ഷ എഴുതുമ്പോൾ ഇവർക്ക് കൊടുക്കാനുള്ള ടിപ്പ് ഉണ്ടല്ലോ സാറേ. കാരണം ഈ PSCയുടെ ഒരു ഭൂതം ഇവരുടെ തലയിൽ നിന്ന് ഇറങ്ങി പോയി കാണത്തില്ല. അപ്പോൾ മൈനസ് മാർക്ക് ഇല്ലാത്ത സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും അത് എന്താണ് അവർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്? PSCയുടെ പരീക്ഷ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സമയക്രമം പാലിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ആൻസറുകളിലേക്ക് മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ രീതിയിൽ ആൻസർ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. CSEB എക്സാമിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ കൂൾ ഓഫ് ടൈം ഉൾപ്പെടെയുള്ള ആ 2 മണിക്കൂർ കൊണ്ട് നമ്മൾ ഈ 160 ചോദ്യങ്ങളും കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു എക്സാം പാറ്റേൺ ആണ് നമുക്കുള്ളത്. അതിനുള്ള പരിശീലനം സഹകാരി റേസ് പ്ലസിൽ കൃത്യമായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പരിശീലനം നേടിക്കൊണ്ട് കൃത്യമായിട്ട് നമ്മൾ ആ സമയക്രമത്തിനുള്ളിൽ 160 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ നെഗറ്റീവ് മാർക്ക് എന്നുള്ള ടെൻഷൻ വേണ്ട, അത് നമുക്ക് ഒഴിവാക്കാം. ഭാഗ്യം കൂടെ നമ്മളെ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് 2-3 മാർക്ക് എക്സ്ട്രാ വരാനുള്ള സാധ്യതയും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം എത്രയാണ്, 50 മാർക്കിനാണ് നമ്മുടെ സബ്ജക്റ്റ് അല്ലേ. അതുപോലെ ഇംഗ്ലീഷിൻ്റെയും അതുപോലെ മാത്സിൻ്റെയും GKയുടെയും ഭാഗം. നിങ്ങളിപ്പോൾ ഉദ്യോഗാർത്ഥികൾ ഒരിക്കലും ഈ ഒരു ഭാഗം ടച്ച് ചെയ്യാതെ വിജയിക്കാമെന്ന് ഒരു കാരണവശാലും വിചാരിക്കരുത്. അല്ലെങ്കിൽ ഇതൊന്ന് വെറുതെ പഠിച്ചാലും കുഴപ്പമില്ല, 50 മാർക്കിൻ്റെ ഏരിയ മാത്രം കവർ ചെയ്താൽ മതി എന്നൊരു തോട്ടേ കളഞ്ഞേക്കണം. കാര്യം മത്സരം അതുപോലെ ആയല്ലേ. ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഏറ്റവും ഡീസൻ്റ് ആയിട്ട് വന്ന പക്ഷേ 64-65 കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇനി നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഒരു 65 മുകളിലുള്ള സ്കോർ സെക്യൂർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് നമുക്ക് ഇംഗ്ലീഷിനും മാത്സിനും ഒക്കെ നമുക്ക് ലൈവ് അടക്കമാണ് നമ്മുടെ
ആ ഒരു പ്രിപ്പറേഷൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മെൻറ്റർഷിപ്പിൻ്റെ സ്ട്രെങ്ത് എന്താണെന്ന് അറിയാം. സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് നമുക്ക് എസ്പെഷ്യലി ഗ്രൂപ്പിലും അതുപോലെ മെൻറ്റർഷിപ്പ് ലൈവുകളും ഒക്കെ നമുക്ക് ഉണ്ടാവും. ഇതെല്ലാം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. കംപ്ലീറ്റ് യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ, കംപ്ലീറ്റ് യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ എക്സാമിനേഷൻ എഴുതിയുള്ള പ്രാക്ടീസ് അല്ലേ സാർ, നമുക്ക് ആ ഒരു റിവേഴ്സ് റിവിഷൻ സ്ട്രാറ്റജി. അപ്പോൾ ഈ എക്സാമിനേഷൻ എഴുതിയുള്ള പ്രാക്ടീസിൽ എത്ര തരത്തിലുള്ള എക്സാമാണ് നമ്മൾ പുതുതായിട്ട് ഇപ്പോൾ ആവിഷ്കരിക്കുന്നത് സാർ? അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി എക്സാംസ് ആണ്. അതായത് നമ്മൾ ഒരു ദിവസം പഠിക്കുന്ന ടോപ്പിക്കിനെ കൃത്യമായിട്ട് ആ ഒരു ഡെയിലി നമ്മൾ എന്ത് ചെയ്യുകയാണ്, എക്സാം എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പഠിച്ചത് നമ്മൾ മാർക്കാക്കി എടുക്കാനാണ് നമ്മൾ അതിനുള്ളൊരു പ്രാക്ടീസാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. അതിനുള്ള അവസരം നമ്മൾ സഹകാരിയിൽ കൃത്യമായിട്ട് ഡെയിലി എക്സാംസ് വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്ക്ലി എക്സാമാണ്. ആ വീക്ക്ലി എക്സാമിൽ ഇത്രയും കുട്ടികളോട് മത്സരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നാമതെത്താൻ വേണ്ടി നമ്മൾ പരമാവധി എന്ത് ചെയ്യുക, പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ നമ്മളെ ഈ പറഞ്ഞ CSEB-ൽ ഒരു ഉന്നത റാങ്കിലേക്ക് എത്തിക്കുകയും നമുക്കൊരു ജോലി എന്ന നമ്മുടെ ഒരു സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ ഉതകുന്ന രീതിയിലുമാണ് സഹകാരി നമ്മുടെ ഈ പറഞ്ഞ സ്ട്രാറ്റജി ചെയ്തിട്ടുള്ളത്. നമ്മുടെ വീക്കെൻഡ് ട്രോഫി എക്സാമിനേഷൻ എന്ന് പറയുന്ന ഒരു പുതിയ എക്സാം കൂടെ നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നുണ്ടല്ലേ സാർ? പ്രധാനമായിട്ടും അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റിനുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ഈ ഒരു പരീക്ഷ അറേഞ്ച് ചെയ്യുന്നത്. അത് എല്ലാ വീക്കെൻഡിലും നമുക്കുണ്ടായിരിക്കും. ബാക്കി സ്ട്രാറ്റജി എല്ലാം നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് സൗജന്യ വെബിനാറിൽ നേരിട്ട് കാണാം. എന്തായാലും ടീമിൻ്റെ ഭാഗമാവുക, ടീം വർക്കിൽ വിശ്വസിക്കുക, സിസ്റ്റത്തിൽ വിശ്വസിക്കുക. എപ്പോഴും സഹകാരി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിനാണ് ഇമ്പോർട്ടൻസ്, വ്യക്തികൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള ഒന്നുമല്ല. നമ്മുടെ സിസ്റ്റത്തിലാണ് നമ്മൾ കുറച്ച് വിശ്വസിക്കുന്നത്. അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ ആണ് ശ്രദ്ധിക്കുന്നത്. നിങ്ങളും സിസ്റ്റത്തിനെ പ്രയോജനപ്പെടുത്തുക. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഇപ്പോൾ നിലവിൽ ഒത്തിരി റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സക്സസ് സ്റ്റോറീസ്, നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന തരത്തിൽ സക്സസ് സ്റ്റോറീസ് ഒത്തിരി വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ കാണുക. അവരുടെ വഴികൾ നിങ്ങൾ മാതൃകയാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് വിജയത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. 2025 നിങ്ങളുടെ CSEB പ്രിപ്പറേഷനിൽ കൃത്യമായ ആശംസകൾ നിർത്തുകയാണ്. താങ്ക് യു.